പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ആക്രമണമുണ്ടായ സ്ഥലങ്ങൾ ഗവർണർ സി.വി. ആനന്ദബോസ് സന്ദർശിക്കും. യാത്ര മാറ്റിവെക്കണമെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അഭ്യർത്ഥന തള്ളിയാണ് ഗവർണർ മുർഷിദാബാദിലേക്ക് തിരിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംഘവും മാൽഡയിൽ എത്തിയിട്ടുണ്ട്. പി ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്, ഇപ്പോൾ മുർഷിദാബാദ് ശാന്തമാണ്, പക്ഷെ വലിയ കലാപമാണ് അവിടെ ഉണ്ടായത്. എന്താണ് മുഖ്യമന്ത്രിയുടെ ആവശ്യത്തെയും തള്ളി ഗവർണർ അങ്ങോട്ടേക്ക് പോകാനിടയായത്? മറ്റു വിവരങ്ങൾ. ദിവേഷ, വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധം അക്രമാസക്തമായ മുർഷിദാബാദിലെ മാൽഡ മേഖലയിലേക്കാണ് ഇന്നിപ്പോൾ ഗവർണർ സി.വി. ആനന്ദബോസ് പോയിട്ടുള്ളത്. മുഖ്യമന്ത്രി മമതാ ബാനർജി യാത്ര മാറ്റിവെക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തിയിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ സമാധാനപൂർവമായ നിലയിലേക്ക് വരുന്നു എന്നുള്ളത് കണക്കിലെടുത്ത് ഗവർണർ അവിടം സന്ദർശിക്കരുത് എന്നുള്ളതായിരുന്നു അഭ്യർത്ഥന. പക്ഷെ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണർ മാൽഡയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അതേസമയം അല്പസമയം മുമ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ സംഘം ഇപ്പോൾ മാൽഡയിൽ എത്തിയിട്ടുണ്ട്. മുർഷിദാബാദിലെ മാൽഡയിലുള്ള പാർലാൽപൂർ ഹൈസ്കൂളിൽ, അതായത് ഇപ്പോൾ ക്യാമ്പുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ ഹൈസ്കൂളിലേക്ക് ഇപ്പോൾ മാൽഡയിലേക്ക് NHRC സംഘം എത്തിയിട്ടുണ്ട്. ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് 4 ദിവസത്തിനകം നൽകാനായിരുന്നു NHRCയുടെ നിർദ്ദേശം. ദേശീയ വനിതാ കമ്മീഷന്റെ സംഘവും 2 ദിവസത്തിനുള്ളിൽ പശ്ചിമ ബംഗാളിലെത്തും. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.